അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ.എം. എബ്രഹാമിനെതിരായ സിബിഐ അന്വേഷണത്തിന് സ്റ്റേ. സുപ്രീം കോടതിയാണ് സ്റ്റേ ചെയ്തത്. ടി.ജി. സജിത്ത് ചേർന്നു. സജിത്ത്, ചെറിയൊരു ആശ്വാസം കെ.എം. എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് വിവരങ്ങൾ? സ്റ്റേ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നോ മറ്റോ ഉണ്ടോ? എന്താണ് വിവരം? അപർണ, കെ.എം. എബ്രഹാമിന് ആശ്വാസകരമാണ്. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയാണ് ഈ അദ്ദേഹത്തിൻ്റെ അപ്പീൽ പരിഗണിച്ചത്. CBI അന്വേഷണം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ സാങ്കേതിക പിഴവാണ് കോടതി കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കേസെടുത്തത് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നടപടി എന്നാണ് മനസ്സിലാവുന്നത്. നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യത്തിൽ CBIയുടെ അന്വേഷണം നടന്നത്. CBI FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനമാണ് പ്രധാനമായും കെ.എം. എബ്രഹാമിനെതിരെ ഉയർന്ന ആരോപണം. 2015 സംസ്ഥാന ധനകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് കെ.എം. എബ്രഹാം. ഈ കാലയളവിൽ അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ജോമോൻ പുത്തമ്പറയ്ക്കലായിരുന്നു പരാതിക്കാരൻ. പല വട്ടങ്ങളായി നടന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ കെ.എം. എബ്രഹാമിനെതിരെ നടക്കുന്ന അന്വേഷണം സർക്കാരിനും വലിയ പ്രതിസന്ധിയായിരുന്നു. സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതിനെ തടയിടാനാണ് കെ.എം. എബ്രഹാം ശ്രമിച്ചത്. ഇപ്പോൾ സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ടാണെങ്കിലും എന്തായാലും ഇക്കാര്യത്തിൽ സ്റ്റേ അനുവദിച്ചതോടുകൂടി അത് കെ.എം. എബ്രഹാമിന് ആശ്വാസകരമാണ്, ഒപ്പം സർക്കാരിന്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് CBI അന്വേഷണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. FIR തന്നെ സ്റ്റേ ചെയ്തിരിക്കുന്നു. CBI അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള നീക്കം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യപ്പെട്ടതോടെ കെ.എം. എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ട് വരികയാണ്. ഏതായാലും CBI അന്വേഷണം സ്റ്റേ ചെയ്തു എന്നുള്ള വാർത്തയാണ്.